വെയിറ്റ് ചെയ്ത് നിന്നത്. ടൈറ്റില് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്വർഗം വാങ്ങുന്നതിന് വേണ്ടി അതുവരെ മനുഷ്യൻ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് മനസ്സു തുറന്ന് കുമ്പസരിച്ച് പാപമോചനം നേടുകയും പുതിയ ഒരു മനുഷ്യനായി തിരിച്ചു വരണം എന്നാഗ്രഹിച്ചുമാണ് ഓരോ വ്യക്തിയും ഹജ്ജ് ചെയ്യാൻ പോകുന്നത്. ആ ഹജ്ജ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തില് പിശാചിനെ കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട്. ഇബ്രാഹിം നബിയോട് അള്ളാഹു സ്വപ്നം കാണിച്ചു മകനെ ബലിയറുക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ അത് ചെയ്യരുത് എന്ന് വിലക്കിയ ആ ഇബിലീസിനെ എറിഞ്ഞോടിക്കുന്ന ഒരു ചടങ്ങാണ് ഹജ്ജിലെ പ്രധാനപ്പെട്ട ജംറയിൽ കല്ലെറിയുക എന്ന് പറയും. ആ കല്ലേറ് പിശാച് അവിടെ നിന്ന് പോയി, ഇബ്രാഹിം നബിയും പോയി, ഇസ്മായിൽ നബിയും പോയി. പക്ഷേ ഇതുവരേക്കും കല്ലേറു മാത്രം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ കല്ലേറിൽപ്പെട്ട് ഓരോ വർഷവും മരിക്കുന്നത് നിരവധി മനുഷ്യരാണ്. പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിക്കാനുള്ള വ്യഗ്രതയെ, കാരണം മകനെ അറുത്ത് കൊല്ലാൻ ശ്രമിച്ച ഒരു പിതാവിനോട് അരുതേ എന്ന് പറഞ്ഞു പോയി എന്ന തെറ്റാണ് ഇബ്ലീസ് ചെയ്തത്. അങ്ങനെ കുറെ ആളുകൾ മരിക്കും. പിന്നെ കുറെ പേര് അതിനകത്ത് കുഴഞ്ഞു വീണും മറ്റുമൊക്കെ മരിക്കാറുണ്ട്. ലിഫ്റ്റ് തകർന്ന ആളുകൾ മരിക്കാറുണ്ട്. ഹജ്ജിലെ അല്ലാത്ത തവാഫിനിടയിൽ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ആളുകൾ മരിക്കാറുണ്ട്. ഇപ്പോ ഏറ്റവും പുതിയ വാർത്ത, ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടയിൽ 645 പേരാണ് ഏതാണ്ട് അപകടത്തിൽപ്പെട്ടത്. അതില് 645 പേരുടെ ജീവൻ പൊലിഞ്ഞു. മനസ്സിലായ? കല്ലിനെ മുത്തി സ്വർഗം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ മുത്തിന്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോയി. പടച്ചു, ഞാൻ ആക്ഷേപിക്കുന്നതല്ല, മരിച്ചുപോയ മനുഷ്യരോട് അനാദരവ് കാണിക്കുന്നതല്ല. സ്വർഗം വാങ്ങാൻ വേണ്ടി അതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പിച്ച് ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന് കരുതി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോയതാണ്. അള്ളാഹു മക്കയിലാണല്ലോ. ലക്ഷക്കണക്കിന് പണം ചിലവഴിച്ച് അവിടെ എത്തുന്നത് കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ്. ശരി, അങ്ങനെ കല്ലിനെ മുത്താൻ പോയ ആളുകൾ 645 പേർ ഇനി ഒരിക്കലും തിരിച്ചവരുടെ നാടുകളിലേക്ക് മടങ്ങില്ല. അവരൊക്കെ അവരെ കാത്തിരിക്കുന്ന ഹൂറികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. 68 പേര് ഇന്ത്യക്കാരാണ്. 645 പേരിൽ 68 പേർ ഇന്ത്യക്കാരാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിലേറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന വസ്തുത കൊടും ചൂട്, ഉഷ്ണം കാരണമാണ് ഇവരിൽ അധികം ആളുകളും മരിച്ചത്. സൗദി അറേബ്യയിലെ നയതന്ത്ര വിദഗ്ധർ പറയുന്നു അവിടുത്തെ ചൂട് താങ്ങാൻ സാധിക്കാത്തതാണത്രേ. അങ്ങനെയാണത്രേ അവരിൽ അധികം ആളുകളും മരണത്തിനിരയായത്. ഈ ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളെ ചൂടിൽ നിന്നൊന്ന് സംരക്ഷിക്കാൻ പോലും അള്ളാഹുവിന് സാധിച്ചില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തോട്ടോ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇനി ഒരുപക്ഷെ വിശ്വാസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും. അള്ളാഹുവിന്റെ വിധിയാണ് എന്നൊക്കെ കരുതി വേണമെങ്കിൽ കുറച്ച് ആളുകൾക്ക് സമാധാനപ്പെടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ അള്ളാഹുവിന്റെ സന്നിധിയിൽ പാപമോചനത്തിന് വേണ്ടി എത്തിയ ആളുകളെ, ഒന്നുമല്ലെങ്കിൽ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറയാൻ വേണ്ടി എത്തിയതല്ലേ, അവരെ ആ ചൂടിൽ നിന്നൊന്ന് സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. ഇനിയും എന്തിനായിരിക്കും അള്ളാഹു അവരെ പരീക്ഷിക്കുന്നത്? ഒരുപക്ഷെ വിശ്വാസികൾക്ക് പറയാം ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന്. അള്ളാഹുവിനിപ്പോ മനസ്സിലായില്ലേ, പരീക്ഷിച്ച് അവർ ആ പരീക്ഷയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. കൊടുത്ത എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് ഒടുവിൽ അവർ അള്ളാഹുവിന്റെ കാൽക്കീഴിൽ സാഷ്ടാംഗം എത്തിയിരിക്കുകയാണ്, മുഴുവൻ പാപക്കറകളും കഴുകിക്കളയുന്നതിന് വേണ്ടി. എന്നിട്ടും അള്ളാഹു അവരുടെ പാപക്കറ സ്വീകരിച്ചിട്ടില്ല.
വേണമെങ്കിൽ വിശ്വാസികൾക്ക് പറയാം, പ്രവാചകൻ ചവിട്ടിയ മണ്ണിൽ തന്നെ അവരുടെ അവസാനവുമാക്കിയില്ലേ, അതൊരു പക്ഷെ അവരുടെ ആയേക്കാം, അത് അല്ലാഹു അവർക്ക് സാക്ഷാത്കരിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ പറയാം. ഇപ്പോ അപകടത്തിൽപ്പെട്ട് തലച്ചോറ് ചതഞ്ഞ് കോമയിലായിരിക്കുന്ന കുട്ടിയുടെ പേരൻസും പറയും, അല്ലാഹ് കാത്തു, ഇത്രയല്ലേ വന്നോളൂ എന്ന്. കുഴപ്പമൊന്നുമില്ല, വിശ്വാസം അങ്ങനെയാണ്. ഒരിക്കലും ആർക്കും ഒരു പരാതിയും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇത്രയും കാലവും ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് പടച്ചോൻ എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യില്ല, ആർക്കും ഒരു പരാതിയും ഉണ്ടാകത്തില്ല. ഹജ്ജിന്റെ അവസാന ദിവസമായ ഇന്നലെ മരണം 645 സ്ഥിരീകരിച്ചു. ഇന്നലെ മാത്രം 6 ഇന്ത്യൻ പൗരന്മാരാണ് മരണപ്പെട്ടതെന്നും നയതന്ത്ര വിദഗ്ധർ അറിയിക്കുന്നുണ്ട്. എത്ര പേരാണ് മരിച്ചത് എന്ന കൃത്യമായി കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ ഹജ്ജിനിടയില് 550 പേര് മരിച്ചു എന്ന് അറബ് നയതന്ത്രജ്ഞർ കണക്ക് പുറത്തുവിട്ടു. മരിച്ചവരിൽ 323 ആളുകൾ ഈജിപ്തുകാരാണ്, 60 പേര് ജോർദാൻകാര്. ഹജ്ജിനെത്തിയ ഏതാണ്ട് എല്ലാ ഈജിപ്ത് പൗരന്മാരും മരണത്തിന് കീഴടങ്ങിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്തോനേഷ്യ, ഇറാൻ, സെനഗൽ, ടുണീഷ്യ, പിന്നെ ഇറാഖിന്റെ സ്വയംഭരണ അധികാരമുള്ള കുർദിസ്ഥാൻ, ഇവിടെ നിന്നൊക്കെയുള്ള ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പല മരണങ്ങളിലും ഭരണകൂടം കൃത്യമായ കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഈ വർഷം 1.25 ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജിൽ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷം 200 തീർത്ഥാടകരാണ് ഹജ്ജിനിടയിൽ മരണപ്പെട്ടത്. ഇന്തോനേഷ്യൻ പൗരന്മാരായിരുന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 2700 പേരാണ് ചൂട് താങ്ങാൻ സാധിക്കാതെ, ചൂടിനെ അതിജീവിക്കാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങിയത്. ഇത് സംബന്ധിച്ച് സൗദി ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 52 ഡിഗ്രി ചൂടാണ് മക്കയിലും പ്രദേശത്തും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ചൂട് സഹിക്കാൻ സാധിക്കാതെ കരിയുവാണ് മനുഷ്യർ. അല്ലാഹു വിചാരിച്ചാൽ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന ആ മക്കയിലെങ്കിലും മനുഷ്യന് നിർഭയത്വം നൽകാമായിരുന്നു. മനുഷ്യൻ നിർഭയനായി അവരുടെ ആരാധനകളെങ്കിലും ഒന്ന് സാക്ഷാത്കരിക്കാൻ സാധിക്കണം. ഇവിടെ നമുക്കറിയാം, ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസം, ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് ഖുർആനിലില്ല. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അള്ളാഹുവിലുള്ള വിശ്വാസം, ഇതെല്ലാം നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ. അങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനം. നോമ്പ് പിടിച്ചാൽ നോമ്പുകാരൻ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്നൊരു സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കുമെന്നൊക്കെ പൊതുവെ പറയാറുണ്ട്, ഹദീസുകളിലുമുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം 30 ദിവസം പട്ടിണി കിടക്കുമ്പോൾ. ഇവിടെ തെറ്റായ ഒരു മതവിദ്യാഭ്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാം, പൊട്ടിത്തെറിക്കുന്നത് ഒരു മതവിദ്യാഭ്യാസമാണ്. അമുസ്ലിങ്ങളെ കണ്ടാൽ അമർഷത്തോടെ വെറുപ്പോടെ നോക്കുന്നത് ഒരു മതവിദ്യാഭ്യാസമാണ്. അമുസ്ലിങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് ഒരു മതവിദ്യാഭ്യാസമാണ്. അമുസ്ലിങ്ങളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കാതിരിക്കലും അവരിൽ നിന്ന് കൃത്യമായി ഒരു അകലം പാലിക്കലും മതവിദ്യാഭ്യാസമാണ്. ഈ ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രം മതിയെന്നും മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ദൗത്യവാഹകരാണ് നമ്മളെന്നുമുള്ള വിശ്വാസം മതവിദ്യാഭ്യാസമാണ്. ഇത്തരത്തിലുള്ള മതവിദ്യാഭ്യാസം, അന്യമത വിദ്വേഷം, ഇതൊക്കെ മുസ്ലിങ്ങളിൽ ഭീകരവാദികളെയും തീവ്രവാദികളെയും സൃഷ്ടിക്കുന്നുണ്ട്. എനിക്ക് സുനിത, സുമിത എന്ന് പറയുന്ന 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. അവർക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അയൽക്കാരാണ്. സുനിതയാണെങ്കിൽ നോമ്പൊക്കെ പിടിക്കുന്ന പെൺകുട്ടിയാണ്. ഇപ്പം മുസ്ലിമിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അറിഞ്ഞത്. ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന ആളുകളാണ്. അപ്പം അവൾക്ക് ഇസ്ലാമിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഖുർആൻ ഞങ്ങളോട് ചോദിക്കും,
നിങ്ങൾ മദ്രസയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്ക് അപ്പോൾ വേണ്ട, നിങ്ങൾക്ക് തന്നാൽ കണ്ണു പൊട്ടിപ്പോകും, അതുകൊണ്ട് തരാൻ പാടില്ല എന്നതായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ അവൾ അമുസ്ലിം ആയതുകൊണ്ട് ഖുർആനി തൊടാൻ പാടില്ല, തൊട്ടാ കണ്ണു പൊട്ടിപ്പോകുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ ഖുർആൻ തൊട്ടു. പിന്നെ എനിക്ക് വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒരു തരത്തിലും സമാധാനം കിട്ടുന്നില്ല. നാളെ അവളെ അന്ധയായിട്ട് കാണണ്ടേ, കണ്ണ് പൊട്ടിപ്പോകുമല്ലോ. അങ്ങനെ ഉറക്കമില്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റ്, ഒരു 2 വീടപ്പുറമാണ് അവരുടെ വീട്. അവരുടെ വീട്ടിൽ കൂടി, അപ്പൊ അവരുടെ വീട്ടിൽ പട്ടിയുണ്ട്. പുറത്തുനിന്ന് വിളിച്ചപ്പോൾ അവൾ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്നു. സമാധാനമായി. അമുസ്ലിങ്ങൾ ഖുർആൻ തൊടാൻ പാടില്ല, മക്കയിലേക്ക് പിന്നെ കാഫിറുകളുള്ള സ്ഥലത്തേക്ക് ഖുർആൻ കൊണ്ടുപോകരുത് എന്ന് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദൈവികമായിട്ടുള്ള വെളിപാടുകൾ ഇറങ്ങുന്ന സമയത്ത് മുസ്തരിഖു ഒരു കട്ട് കേൾക്കുന്ന ഒരു ജിന്നിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവര് അള്ളാഹുവിന്റെ വെളിപാടുകൾ കട്ട് കേൾക്കും. അപ്പൊ അള്ളാഹുവിന്റെ വെളിപാട് പോലും സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഒന്നും സംരക്ഷിക്കാൻ അള്ളാഹു കാപ്പബിൾ ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക അധ്യാപനത്തിലൂടെ തന്നെ. പോട്ടെ. അപ്പൊ ഇത്തരം വിശ്വാസങ്ങളുണ്ട്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നീ എന്താ തലയെ തട്ടമിടാതെ ഖുർആൻ ഓതുന്നതെന്നൊക്കെ ചോദിക്കാറില്ല. അത്രയ്ക്കുള്ള വിവരമേ ഉള്ളവർക്ക്. അതായത് ഇസ്ലാം മതം എന്ന ഭീകര മതത്തെ കുറിച്ച് തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്തു വെക്കുന്നത് മദ്രസ തലങ്ങൾ മുതലാണ്. നിന്റെ കൂടെ നടക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾ കാഫിറുകളാണ്, അവരുമായിട്ട് നീ ചങ്ങാത്തത്തിൽ ഏർപ്പെടരുത്. അവര് നരകത്തിലേക്കും പോകും, ചത്തു കഴിഞ്ഞാൽ നീ പോകുന്നത് സ്വർഗത്തിലേക്കും. നിനക്ക് അല്ലാഹു സ്വർഗം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തലച്ചോറിലേക്ക് മദ്രസ തലം മുതൽ ഇൻജക്ട് ചെയ്യപ്പെടുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ബാലപാഠമല്ല, അന്യ മതങ്ങളോടുള്ള ഐക്യത്തിന്റെ ബാലപാഠങ്ങളല്ല. അവിടെ നിന്ന് കിട്ടുന്നത് വെറുപ്പുൽപാദിപ്പിക്കുന്ന മതപഠനങ്ങൾ മാത്രമാണ്. എന്റെ മതം മാത്രമാണ് ശരി, എന്റെ മതം മാത്രമാണ് സത്യം, ഇത് മാത്രമാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന മതം, മറ്റുള്ള മതങ്ങളൊക്കെ മോശമാണ്, അവരുടെ ആശയങ്ങൾ ചിന്താധാരകൾ തെറ്റാണ്, അവരുമായിട്ട് സഹകരിക്കുന്നതും അവരുമായി സഹവർത്തിത്വം തുടരുന്നതും തെറ്റാണ് എന്ന ഒരു ചിന്താരീതിയുണ്ടല്ലോ. അവര് കാഫിറുകളാണ്, അവർക്ക് എങ്ങനെയും ജീവിക്കാം, അവര് നരകത്തിന്റെ വക്താക്കളാണ്. നമ്മൾ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. ഇന്നാ ലില്ലാഹ്, തീർച്ചയായിട്ടും നമ്മൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തന്നെയാണ് നമ്മളുടെ മടക്കം എന്ന് പറയണം. അമുസ്ലിങ്ങൾ മരിച്ചാൽ ഫീ നാരി ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിന്റെ നിത്യവാസികളാണ് എന്നും പറയണം എന്ന് മദ്രസകളിൽ നിന്നാണ് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മതപഠനം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മാത്രം ശരിയും മറ്റുള്ളവരെല്ലാം തെറ്റുമാണ് എന്ന ഒരു ചിന്താഗതിയുണ്ടല്ലോ. വെള്ള പേപ്പർ പോലെ ശുദ്ധമായ പ്രതലമുള്ള കുഞ്ഞുങ്ങളുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്ന ഈ വിഷമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ മനസ്സുകളിൽ ഈ വിഷം നിറയുവാണ്. നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് സഹോദരങ്ങൾ എന്ന് നമ്മൾ ഇസ്ലാമിൽ പഠിക്കുന്നു, ഖുർആനിൽ പഠിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർ സ്നേഹത്തോടെ സഹകരണത്തോടെ പരസ്പരം സഹായിച്ചും കൊണ്ടും കൊടുത്തും അപരന്റെ ന്യൂനതകൾ മറച്ചു വെച്ചും ജീവിക്കേണ്ടവനാണ് എന്ന് നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നു. മുസ്ലിം സുഹൃത്താണെങ്കിൽ അവന്റെ ന്യൂനതകൾ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മദ്രസകളിൽ നിന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം പഠിക്കുകയാണ്. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു അടിസ്ഥാന ഭൗതിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഉസ്താദുമാരാണ്. പൂർത്തിയായില്ലേ? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദന്മാരുടെ കയ്യിൽ എപ്പോഴും ബീഡി ഉണ്ടാവും. ഇത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് അടുത്ത കടയിൽ നിന്ന് വാങ്ങിപ്പിക്കാം. മദ്രസ അടിച്ചു വരുമ്പോൾ മദ്രസയുടെ മുറ്റം മുഴുവനും ബീഡിയുടെ തുണ്ടും ഈ തീപ്പെട്ടിയുടെയും ഒക്കെ തുണ്ടുകളും മാത്രമായിരിക്കുമുള്ളത്. അപ്പോൾ ഇവരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു വിവരവുമില്ലാത്ത മതം മാത്രം തലച്ചോറിൽ കുത്തിത്തിരുകിയിരിക്കുന്ന ഇവരാണ് ഈ കുഞ്ഞുമക്കളെ മതം പഠിപ്പിക്കുന്നത്. ഈ മതപഠനം മദ്രസ തലം വിട്ട് ഒരു നിശ്ചിത ദൂരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസമല്ല,
മതവിദ്യാഭ്യാസം ഉണ്ടാകും. പൊതുവിദ്യാഭ്യാസം നേടിയാലും ശരി, അവരിൽ നിന്ന് ഈ മതബോധം